അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാമ സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അർ-റഹീഖുൽ മഖ്തൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സീറയിൽ തുടർന്നു കൊണ്ടുള്ള പറയുന്ന ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു. അതിനുള്ള ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അതിൽ സഹിച്ചു. പക്ഷേ ദീർഘമായ അവിടുത്തെ ആ ദഅവത്ത് എന്നാൽ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായ പ്രമുഖർ ബഹുഭൂരിഭാഗവും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. സമൂഹത്തിലുണ്ടായിരുന്ന അടിമകൾ, ബലഹീനരായ താഴേക്കടയിലുള്ള ആളുകൾ, കുറച്ചാളുകൾ, ചുരുക്കം ചില അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു പോലത്തെ പ്രമുഖരായ വളരെ ചുരുക്കം ആളുകൾ മാത്രം ആ ദീൻ സ്വീകരിച്ചു. മറ്റുള്ള ആളുകളോ അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ സമയത്ത് പുറത്തുനിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ഗോത്രമുഖ്യന്മാർ അവരോ ഈ ദീൻ സ്വീകരിക്കാൻ തയ്യാറാവാതെ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയുടെ പുറത്ത്, മക്കയുടെ അടുത്ത പ്രദേശമായ ത്വായിഫിലേക്ക് ഈ ദഅവത്തുമായിട്ട് ഒന്ന് പുറപ്പെട്ടൊരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ നുബുവത്ത് ലഭിച്ചതിൻ്റെ 6ാമത്തെ വർഷത്തിൽ ഫീ ഷവ്വാലിൻ സനത 10 മിനൻ നുബുവത്ത് ലഭിച്ചതിൻ്റെ 10ാമത്തെ വർഷത്തിൽ കൃത്യം ഷവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന ആ ഉദ്ദേശവും ലക്ഷ്യവും വെച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ 10ാമത്തെ വർഷത്തിൽ ഷവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയിൽ നിന്ന് ഏകദേശം 92 കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന 60 മൈൽ എന്ന് പറയുന്ന പഴയ കാലത്തുണ്ടായിരുന്ന ആ അളവ് നോക്കുകയാണെങ്കിൽ 60 മൈൽ, ഇന്ന് ആധുനികമായ കാലഘട്ടത്തിലുള്ള വൈദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 92 കിലോമീറ്റർ ദൂരമാണ് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക്. അങ്ങനെ ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പുറപ്പെട്ടു ഷവ്വാൽ മാസത്തിൽ. സാഫറഹ മാഷിയൻ അല ഖദമൈഹി ജീഅതൻ വദുഹൂബ, അതല്ലെങ്കിൽ ദഹാബൻ വ ഇയാബ. പ്രവാചകൻ ത്വായിഫിലേക്ക് മക്കയിൽ നിന്ന് ദഅവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത് നടന്നുകൊണ്ടാണ് പോയത് എന്ന്. വാഹനത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തുകൊണ്ടൊന്നുമല്ല, നടന്നുകൊണ്ടുപോയി 92 കിലോമീറ്റർ ദൂരമുള്ള ത്വായിഫിലേക്ക്. അങ്ങോട്ട് പോയതും നടന്നുകൊണ്ടാണ്, തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതും നടന്നുകൊണ്ടായിരുന്നു എന്നുള്ളത്. വമഅഹു മൗലാഹു സയ്യിദ് ഇബ്നു ഹാരിസ, പ്രവാചകന്റെ കൂടെ സഹായിയായിക്കൊണ്ട് തൻ്റെ അടിമയായിരുന്ന ആ യുവാവ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോയത്. മറ്റ് ആരെങ്കിലും അറിയിക്കുകയോ മറ്റ് സഹായത്തിന് ഒരുപാട് മറ്റുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ആരെങ്കിലും കൂട്ടുകയോ ചെയ്യാതെ ഏകദേശം സ്വകാര്യമായ നിലക്കുള്ള ഒരു സന്ദർശനം, ഒരു പോക്കാണ് പ്രവാചകൻ പോയത്. വകാന കുല്ലമാ മറ അലാ ഖബീലത്തിൻ ഫി ത്വരീഖി ദആഹും ഇലൽ ഇസ്ലാം. പോകുന്ന വഴിയിൽ, ത്വായിഫിലേക്ക് പോകുന്ന വഴിയിൽ പ്രവാചകൻ ഓരോ ഗ്രാമങ്ങളിൽ കൂടെയും ഗോത്രങ്ങളുടെ പരിസരത്തു കൂടെ പോകുമ്പോഴൊക്കെ അവരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. പക്ഷേ ഫലൻ തുജിബ് ഇലൈഹി വാഹിദത്തും മിൻഹ, പോകുന്ന ആ യാത്രയിൽ ഏതെങ്കിലും ഒരു ഗോത്രക്കാർ പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിക്കുകയോ ആ ദീനുൽ ഇസ്ലാമിലേക്ക് അവർ പ്രവേശിക്കുകയോ ചെയ്തില്ല. ഫലമ്മൻതഹ ഇല ത്വായിഫി, അങ്ങനെ പ്രവാചകൻ ത്വായിഫിലെത്തി. എത്തിയ സമയത്ത് അമദ സലാസത ഇഖ്വത്തിൻ മിൻ റുഅസാഇ സഖീഫിൻ, സഖീഫ് ഗോത്രത്തിൽ നിന്നുള്ള പ്രമുഖരായ 3 ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു. ത്വായിഫിലുള്ള പ്രമുഖരായ ആളുകളാണ് ഇവർ. സാമ്പത്തികവും സാമൂഹികമായിട്ട് ഉയർന്ന ആളുകളാണ് ഇവർ. 3 പേരും സഹോദരന്മാരുമാണ്, ഒരു പിതാവിൻ്റെ മക്കളാണ്. വഹും അബ്ദു യാലീൽ വ മസ്ഊദുൻ വ ഹബീബുൻ, അവരുടെ പേര് ഇതാണ്: അബ്ദു യാലീൽ, മസ്ഊദ്, ഹബീബ് എന്ന് പറയുന്ന അബ്നാഉ അംരി ബിനി ഉമൈരി അസ്സഖഫി. ത്വായിഫിലുള്ള ബനു സഖീഫ് ഗോത്രത്തിലുള്ള അംർ ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കളാണ് ഇവർ 3 പേരും. അങ്ങനെ ഫജലസ ഇലൈഹിം വദആഹും ഇലല്ലാഹ്, പ്രവാചകൻ അവരുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വ ഇലാ നുസ്റത്തിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ സഹായിക്കാനും ഈ ദഅവത്ത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകന് സഹായം സഹകരണങ്ങൾ നൽകാൻ വേണ്ടി അവരോട് അപേക്ഷിച്ചു. അപ്പോൾ ഫഖാല അഹദുഹും, ആ മനുഷ്യർ പ്രവാചകനോട് കൊടുത്ത മറുപടി ധിക്കാരപരമായിരുന്നു, മനുഷ്യത്വത്തിനോട് യോജിക്കാത്ത നിലക്കായത്.
പരിഹാസം നിറഞ്ഞതായിരുന്നു. ആ നിലക്കുള്ള മറുപടിയാണ് 3 പേരും പ്രവാചകനോട് നൽകിയത്. അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന അമ്രുത്തു സിയാബൽ കഅബത്തി ഇൻ കാന അല്ലാഹു അർസല. അള്ളാഹു നിന്നെ എങ്ങാനും പ്രവാചകനായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ കഅബ ഷരീഫിന്റെ കില്ല പോയിട്ട് ഞാനത് വലിച്ചു കീറി നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ. നിന്നെയാണോ അള്ളാഹു റസൂലായിട്ട് അയച്ചത്? നീ അതിനർഹന, നീ അതിന് യോഗ്യന. ഈ ഒരു പണി അള്ളാഹു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹു അത് ചെയ്തത് കാരണം കഅബ ഷരീഫിന്റെ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അതിനെ ആദരിച്ചുകൊണ്ട് പതപ്പിക്കപ്പെട്ട ആ വസ്ത്രം ഞാൻ വലിച്ചു ചീന്തും എന്ന് പറഞ്ഞു. ധിക്കാരപരമായൊരു വാക്ക്. വഖാലൽ ആഖറു, മറ്റവൻ പറഞ്ഞു, അമാ വജദല്ലാഹു അഹദൻ ഗൈറക, നീ അല്ലാതെ വേറൊരാളെ റസൂലും നബിയായുമായി അയക്കാൻ അള്ളാഹു കണ്ടില്ലേ? ഈ നിന്നെയാണോ അള്ളാഹു അതിന് കണ്ടത്? വേറൊരാളും പറ്റുന്ന ഒരാളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് വിമർശിച്ചു. മൂന്നാമത്തവൻ പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക അബദൻ, ഞാനൊരിക്കലും നിന്നോട് സംസാരിക്കാൻ നിൽക്കണില്ല, എനിക്കെന്നോടൊന്നും പറയാനുമില്ല. ഇൻ കുന്ത റസൂലൻ, നീ യഥാർത്ഥത്തിൽ റസൂലാണ് എന്ന് വെക്കുക. എന്നാൽ അൻത അഅ്ളമു ഖതറൻ മിൻ അൻ അറുദ്ദ അലൈക്കൽ കലാം, നിന്നോടൊന്നും ശരിക്കും സംസാരിക്കാൻ തന്നെ പാടില്ല. നീ അതിന് മാത്രം അപകടമാണ്, അതിന് മാത്രം ബഹുമാനാദരവുള്ള ആളാണ് നീ റസൂലാണെങ്കിൽ. അതല്ല വല ഇൻ കുന്ത കാദിബൻ, നീ ഇനി ഈ പറയുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ മേൽ ആരോപണമായിട്ട് പറയുകയാണ്, അള്ളാഹു നിന്നെ റസൂലായിട്ട് അയച്ചിട്ടൊന്നുമില്ല, നീ കള്ള ആരോപണമാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കള്ളനോട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് യോജിച്ചതുമല്ല. ഇതൊക്കെ പരിഹാസത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും ധിക്കാരത്തിൻ്റെയും ഒക്കെ സ്വരങ്ങളാണ്. ഈ 3 ആളുകളും ഇങ്ങനത്തെ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എണീറ്റ് പോന്നു. വഖാല ലഹും ഇദ് ഫഅൽതും മാ ഫഅൽതും ഫക്തുമു അന്നി, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് എന്നുണ്ടെങ്കിൽ ഈ വിവരം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു ദീനുൽ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്ന നിലക്ക്, അതേപോലെ മക്കക്കാരായ ആളുകൾ ഞാൻ മക്കയുടെ പുറത്തു വന്ന് ദഅവത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് പിന്നീടൊരു പ്രകോപനത്തിന് കാരണമാകുന്ന നിലക്ക് നിങ്ങളിത് മറ്റുള്ളവരെ അറിയിക്കരുതേ എന്ന് പറഞ്ഞു എന്നുള്ളത്. ഇത് ചരിത്രങ്ങൾ, ഈ സംഭവങ്ങൾ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുള്ള പോലത്തെ ചരിത്രകാരന്മാരായ ആളുകൾ അവിടെ ഗ്രന്ഥങ്ങൾ എഴുതി വച്ചതാണ്. പ്രസിദ്ധമാണ് ഈ സംഭവങ്ങൾ, വളരെയധികം അറിയപ്പെട്ട മഷ്ഹൂറായ പ്രസിദ്ധമായ കാര്യങ്ങളാണ്. പക്ഷേ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഇതിൻ്റെ സനദുകളും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിന് മാത്രം ഒരു സ്വീകാര്യയോഗ്യമായ നിരക്കതല്ല അവർ പറയുന്നത്. അതുകൊണ്ട് കാര്യത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വിഷയം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് പോലത്തെ വാക്കുകൾ പറഞ്ഞു ഇല്ല എന്നുള്ളതൊക്കെ സനദുകളിൽ നോക്കുമ്പോൾ അതിൽ സ്വീകാര്യത സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ആ ചരിത്രം നിലനിൽക്ക് പൊതുവിൽ കാര്യങ്ങളൊന്ന് അറിയിക്കുക, പറയുക എന്നുള്ളത് തന്നെയുള്ളൂ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏതാണെങ്കിലും അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അഹ്ലി ത്വായിഫി 10 അയ്യാം, 10 ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ കഴിച്ചുകൂട്ടി. ഓരോ പ്രമുഖരായ ഗോത്രങ്ങളും കുടുംബങ്ങളും അതിലുള്ള ഗ്രാമമുഖ്യന്മാരെയും ആ 10 ദിവസത്തിനുള്ളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ത്വായിഫിൽ വെച്ച് ചെന്ന് കണ്ടു, അവരുടെ ദീൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ലാ യദഉ അഹദൻ മിൻ അശ്റാഫിഹിം ഇല്ലാ ജാഅഹു വകല്ലമഹ്, ത്വായിഫിലുള്ള പ്രമുഖരായ സമൂഹത്തിൽ സ്വാധീനമുള്ള ആരും പ്രവാചകൻ ഒഴിവാക്കിയില്ല, അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവസാനത്തിൽ 8-10 ദിവസമായപ്പോൾ പിന്നീട് അവർ എല്ലാവരും കൂടി പറഞ്ഞു, ഉഖ്റുജ് മിൻ ബിലാദിന, നീ ഇവിടെ ത്വായിഫിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ദീന് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നീ ഇവിടെ നിന്ന് പോകരുതേ എന്ന് പറഞ്ഞു. ഭീഷണിയുടെ സ്വരം അവർ പ്രവാചകനോട് അത് ഉപയോഗപ്പെടുത്തി. എന്ന് മാത്രമല്ല വഅഗറൂ ബിഹി സുഫഹാഅഹും, അവരുടെ വിഡ്ഢികളായ ആളുകളെ അവർ പ്രവാചകന്റെ എതിരിൽ തിരിച്ചുവിടുകയും ചെയ്തു. പ്രവാചകൻ പ്രയാസപ്പെടുത്താനും ശല്യം ചെയ്യാനും അവരുടെ വിഡ്ഢികളെ അടിമകൾ, അതേപോലെ തന്നെ തെരുവ് തെണ്ടികളായ നാട്ടിലുള്ള ഈ പറയുന്ന വിഡ്ഢികളായ ആളുകളെയും മറ്റും പ്രവാചകനെതിരിൽ അവർ തിരിച്ചുവിടുകയും ചെയ്തു. ഫലമ്മ അറാദൽ ഖുറൂജ, അപ്പോൾ ഏതാണെങ്കിലും ത്വായിഫിൽ ഇനി നിൽക്കുന്നതിന് അർത്ഥമല്ല, അവരതിന് അനുവദിക്കുകയും സമ്മതിക്കുകയും ചെയ്യുകയില്ല എന്നായപ്പോൾ പ്രവാചകൻ ത്വായിഫിൽ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. മക്കയിൽ നിന്ന് അന്ന് അവിടെ നാട്ടിലുണ്ടായിരുന്ന രീതികൾ, മക്കയിൽ നിന്ന് അവരുടെ ആ നാട്ടിലുള്ള സമൂഹത്തിൻ്റെ പ്രമുഖരായ ആളുകളുടെ അനുവാദമൊന്നുമില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് പോയ സ്ഥിതിക്ക് ഇനി മക്കയിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തതുപോലെ എൻ്റെ നാട് എന്ന് പറഞ്ഞു വരാനോട് പറ്റൂല. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പല മഹല്ലുകളും പള്ളികളും സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഓരോ വിഷയങ്ങൾ, ഒരാൾ അവിടെ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള നിയമങ്ങളും അവരുണ്ടാക്കി വെച്ച തടസ്സങ്ങളും
അല്ലാഹുൽ മുസ്തആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ത്വായിഫിൽ നിന്ന് പുറപ്പെടാ എന്ന് ഉദ്ദേശിച്ചപ്പോൾ തബിഅഹു സുഫഹാഉഹും വ അബീദുഹും, അവരുടെ അടിമകളും വിഡ്ഢികളും അങ്ങാടി പിള്ളേരുമായ ആളുകൾ പ്രവാചകന്റെ കൂടെ കൂടി യസുബ്ബൂനഹു വ യസീഹൂന ബിഹി, പ്രവാചകനെ ചീത്ത വിളിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ, നമുക്കൊക്കെ അറിയുന്നതാണ്, ഒരു നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ തെരുവിലുള്ള ആളുകളും മറ്റും അവിടെ എടുക്കുന്ന നിലപാടുകൾ സത്യം എന്താണ്, അസത്യം എന്താണ്, ന്യായം എന്താണ്, അന്യായം എന്താണ് എന്ന് നോക്കാതെ എല്ലാവരും കൈവക്കും, എല്ലാവരും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. സത്യം അസത്യമൊന്നും നോക്കൂല, ന്യായം അന്യായം അവർ പരിശോധിക്കൂല. അതേപോലത്തെ കാര്യങ്ങൾ ഇവർ ചെയ്തു. ഹത്തജ്തമ അലൈഹിന്നാസ്, ആളുകൾ ഒരുപാട്, ത്വായിഫിലുള്ള ആളുകൾ ഒരുപാട് പ്രവാചകന്റെ മേൽ അവർ ഒരുമിച്ചുകൂടി. ഫവഖഫൂ ലഹു സിമാത്തൈൻ ഐ സൊഫൈൻ, രണ്ട് വരിയായിട്ട്, അഥവാ വഴിയുടെ രണ്ട് ഭാഗത്തും ആളുകൾ ഒരുമിച്ചുകൂടി, സ്ത്രീകളും കുട്ടികളും അടിമകളും അങ്ങാടി പിള്ളേരും വിഡ്ഢികളും ധിക്കാരികളും പലരുമുണ്ട്, രണ്ട് വരിയായിട്ട്. വജഅലൂ യർമൂനഹു ബിൽ ഹിജാറ, സഹായിക്കാൻ ആരുമില്ല, തൻ്റെ കൂടെയുള്ള സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത നിസ്സഹായ അവസ്ഥ. കല്ലുകൾ കൊണ്ട് പ്രവാചകൻ അവരെറിയാൻ തുടങ്ങി. വബികലിമാത്തിൻ മിന സഫഹി, വെടിത്തരത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പ്രവാചകൻ അവർ പലതും വിളിക്കാൻ തുടങ്ങി. വറജമു അറാഖീബഹു, പ്രവാചകന്റെ കാലിനൊക്കെ അവരെറിഞ്ഞ് ചോര പൊട്ടിച്ചു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഹത്ത ഇഖ്തളബ നഅലാഹു ബിദ്ദിമാ, പ്രവാചകൻ ധരിച്ചിരുന്ന രണ്ട് ചെരുപ്പുകൾ അത് രക്തം കൊണ്ട് പുരണ്ടു, രക്തം കൊണ്ട് പുരണ്ടുന്ന ആ നിലക്ക്. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകനിലേക്ക് വരുന്ന കല്ലുകളെ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് കഴിവിന്റെ പരമാവധി അദ്ദേഹം അത് തടുക്കുമായിരുന്നു, അതിനെ തടയുമായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ മുറിയാക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങൾ കല്ല് വന്നു വീണു. ഇങ്ങനത്തെ ഒരു പ്രയാസകരമായ ഒരവസ്ഥ. വക്കാന സെയ്ദ് ഇബ്നു ഹാരിസത യഖീഹി ബിനഫ്സിഹി, പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന കല്ലുകളെ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം കൊണ്ട് അദ്ദേഹം അത് പ്രതിരോധിക്കുമായിരുന്നു. ഹത്ത അസ്വാബഹു ഷിജാജുൻ ഫി റഅസിഹി, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലൊക്കെ മുറിവായി, ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിൽ മുറിവായി. വലം യസൽ ബിഹി സുഫഹാഉ കദാലിക, അങ്ങനെ ഈ വിഡ്ഢികളായ ആളുകൾ പ്രവാചകന്റെ കൂടെ കൂടിയിട്ട് ത്വായിഫിൽ നിന്ന് പുറത്തു കടക്കുന്നത് വരെ അവർ ഈ ഉപദ്രവം അവർ ചെയ്തു. ഹത്ത അൽജഊഹു ഇലാ ഹാഇത്തി ലിഉത്ബത വ ഷൈബത ഇബ്നി റബീഅത്ത്, റബീഅത്തിന്റെ രണ്ട് മക്കളായ ഉത്ബ ഷൈബ എന്ന് പറയുന്ന ഖുറൈശികളാണ്, അവർ മക്കക്കാരാണ്. അവർക്കുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുന്തിരിയൊക്കെ കൃഷി ചെയ്യുന്നൊരു തോട്ടം. ആ തോട്ടത്തിൻ്റെ അടുത്തേക്ക് വരെത്തിച്ചു. അങ്ങനെ അവിടെ എത്തി. അത് ഏകദേശം അലാ സലാസത്തി അംയാലിൻ മിന ത്വായിഫ്, ത്വായിഫിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരം വരെ, ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് പോരുന്ന വഴിയിലുള്ള ഏകദേശം 5 കിലോമീറ്റർ ദൂരം ഈ പറയുന്ന വിഡ്ഢികളായ ആളുകൾ പ്രവാചകനെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തി കല്ലെടുത്തെറിഞ്ഞ് പല ജാതി വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ട് ത്വായിഫിൽ നിന്ന് അവർ പുറത്താക്കി. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഫലമ്മൽ തജഅ ഇലൈഹി, ആ തോട്ടത്തിലേക്ക് പ്രവാചകൻ അതിലേക്ക് കടന്നു, ഒരു തണലിന് വേണ്ടി, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി, ഇവരുടെ ശല്യത്തിൽ നിർമോചനത്തിന് വേണ്ടി. അങ്ങനെ അതിലേക്ക് കടന്ന സമയത്ത് പിന്നെ മറ്റൊരാളെ തോട്ടാണ്, അതിൻ്റെ മുതലാളിമാരും അതിൻ്റെ ആളുകളും ഉണ്ടാകും, ഇവർ കരുതിയ പോലെ നടക്കൂല എന്ന് വിചാരിച്ച് പിന്നെ അവർ റജാഉ അൻഹു, പ്രവാചകനിൽ നിന്ന് മടങ്ങിപ്പോയി ഈ വിഡ്ഢികൾ. വഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുബലത്തിൻ മിൻ ഇനബിൻ, ഈത്തപ്പന മുന്തിരിയായുള്ള ഒരു തോട്ടത്തിലേക്ക്, അതിലേക്ക് പ്രവാചകൻ കടന്നു ചെന്നു. ഫജലസ തഹ്ത ളില്ലിഹാ ഇലാ ജിദാരിൻ, അതിൻ്റെ ആ പന്തലുകൾ, അതിൻ്റെ നിഴലുണ്ട്, അവിടെ ഒരു മതിലിലേക്ക് ചാരിക്കൊണ്ടിരുന്നു. ഫലമ്മ ജലസ ഇലൈഹി വത്മഅന്ന, അങ്ങനെ അവിടെ ചെന്നിരുന്ന് സമാധാനിച്ച സമയത്ത് ദഅ ബിദ്ദുആഇൽ മഷ്ഹൂർ, ഒരു പ്രസിദ്ധമായ ഒരു ദുആ പലരും പറയലുണ്ട്, അതും തന്നെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതിൻ്റെ സനദ് പറയുന്ന സമയത്ത് അതിൽ ബലഹീനതയുണ്ട് എന്ന് പറയൽ ഉണ്ട് സാധാരണ. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവ്വതി വ ഖില്ലത ഹീലതി, എൻ്റെ ബലഹീനതയും എൻ്റെ കൗശലമില്ലായ്മയിലും എനിക്ക് കാര്യങ്ങളിലുള്ള ഈ ആളുകൾ എന്നെ ഈ ഇത്ര നിസ്സാരമായി കാണുന്നതൊക്കെ ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് പരിഭവം പറയുന്നു എന്ന് പറയുന്ന വളരെ വളരെ അർത്ഥവത്തമായ ഒരു ദുആയാണ്. പക്ഷേ അതിൻ്റെ സനദുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ബലഹീനമാണ് എന്ന്. നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുള്ളക്കെ അതങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനത് പൂർണ്ണമായി പറയുന്നില്ല. ആ ദുആ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ ഏതായാലും അവിടെ ആ തോട്ടത്തിൽ ചെന്നിരുന്നു വിശ്രമിച്ച സമയത്ത് ഫലമ്മ റആഹു ഇബ്ന റബീഅത്ത്, ആ തോട്ടത്തിൻ്റെ മക്കൾ, ഉടമക്കാരായ ആളുകൾ, റബീഅത്തിൻ്റെ 2 മക്കൾ, അവർ പ്രവാചകന്റെ ഈ ദയനീയമായ കാലിൽ നിന്നൊക്കെ ചോരൊലിക്കുന്ന, തൻ്റെ കൂടെയുള്ള സെയ്ദ് റളിയല്ലാഹു അൻഹു ശരീരത്തിന് തലയിൽ ചോരൊലിക്കുന്ന ഈ ദയനീയമായ ക്ഷീണിച്ച് തളർന്ന ഈ മനുഷ്യരെ കണ്ടപ്പോൾ തഹറകത് ലഹു റഹിമഹും, അവർക്കറിയാം ഇവരെ മക്കക്കാരാണ്, ഖുറൈശികളാണ്, ഈ ഒരവസ്ഥ സമൂഹത്തിലാണെങ്കിൽ വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലാണ്, അവർക്കറിയാം.
അപ്പൊ നസുറാനിയൻ, ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു അടിമയുണ്ടായിരുന്നു, അവൻ നസാറ മതക്കാരനായിരുന്നു. അവനെ വിളിച്ചിട്ട് യുഖാലു ലഹു അദ്ദാസ്, അവന്റെ പേര് അദ്ദാസ് എന്നായിരുന്നു, നസാറ മതക്കാരനായിരുന്നു. ഈ രണ്ടാളുകളും മുതലാളിമാര് അവർ പറഞ്ഞു അവനോട് ഖുദ് ഖിത്ഫൻ മിൻ ഹാദിൽ ഇനബി, ഒരു മുന്തിരിക്കൊല എടുത്തിട്ട് വദ്ഹബ് ഇലാ ഹാദർ റജുൽ, ആയിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹായിന്റെ അവരത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമ്മ വളഅഹു ബൈന യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പ്രവാചകന്റെ മുന്നിൽ ആ മുന്തിരിക്കൊല കൊണ്ടുപോയി വെച്ച സമയത്ത് പ്രവാചകൻ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ ഖായിലൻ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി. അവർ മുന്തിരി എടുക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. തുമ്മ അക്കല, പിന്നെ അതിൽ നിന്ന് കഴിച്ചു. ക്ഷീണമുണ്ടാകും, വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, നമുക്കറിയാലോ. അപ്പൊ ഫഖാല അദ്ദാസുൻ, ഈ അടിമ ബിസ്മില്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടപ്പോൾ ആ അടിമ പറഞ്ഞു, ഇന്ന ഹാദൽ കലാമ മാ യഖൂലുഹു അഹ്ലു ഹാദിഹിൽ ബിലാദ്, ഈ നാട്ടുകാരിങ്ങനെ ഒരു വാക്ക് പറയല്ല. അവർ വിശക്കുന്ന സമയത്ത് ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും എടുത്തിട്ടായിട്ട് കഴിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യാണ്. ബിസ്മില്ലാ എന്നൊരു വാക്ക് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അത് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, മിൻ അയ്യിൽ ബിലാദി അൻത വമാ ദീനുക, നീ ഏത് നാട്ടുകാരനാണ്, നിന്റെ ദീൻ യഥാർത്ഥത്തിൽ എന്താണ്? അവൻ പറഞ്ഞു ഹുവ നസ്റാനിയുൻ, അവൻ നസ്റാനിയാണ്, നസാറ മതക്കാരനാണ്. മിൻ അഹ്ലി നൈനവ, നൈനവ എന്ന് പറയുന്ന ഇറാഖിലുള്ളൊരു പ്രദേശമാണ്. കൃത്യമായിട്ട് യൂനുസ് അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ പ്രവാചകന്റെ നാടാണ് നൈനവ എന്ന് പറയുന്നത്, ഇറാഖിലായിരുന്നു. ആ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഖറിയത്തി റജുലി സ്വാലിഹി യൂനുസ് ബിനി മത്താ, മത്താ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനായ യൂനുസ്, സാലിഹായ ആ മനുഷ്യന്റെ ആ ഗ്രാമക്കാരനോ ആ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അടിമ ചോദിച്ചു, അമാ യുദ്രീകമാ യൂനുസ് ബിനി മത്താ, യൂനുസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വിവരം കിട്ടി? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, മത്സ്യം വിഴുങ്ങപ്പെട്ട ആ പ്രവാചകൻ, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എന്റെ സഹോദരനാണ്. കാന നബിയ്യൻ വ അന നബിയ്യുൻ, അദ്ദേഹം ഒരു നബിയായിരുന്നു, ഞാനും അതുപോലെ ഒരു നബിയാണ് എന്ന് പറഞ്ഞു. ഫഅകബ്ബ അദ്ദാസുൻ അലാ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ആ അടിമയായ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബഹുമാനം ആദരവും താങ്ങാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ തല ആ മനുഷ്യൻ മുത്താൻ തുടങ്ങി. വയദൈഹി വരിജ്ലൈഹി യുഖബ്ബിലുഹുമാ, പ്രവാചകന്റെ കയ്യും കാലും. ഇത്ര വലിയ നസാറ മതക്കാരനായ ആ മനുഷ്യൻ അറിയുമായിരുന്നു പ്രവാചകൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, നബിമാരാരാണ് എന്നുള്ളത്. മക്കയിലുള്ള മുശ്രിക്കുകളായ കുഫാറുകൾ, ധിക്കാരികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തില്ല, അറിഞ്ഞില്ല. അവരുടെ ധിക്കാരും അവരുടെ അഹങ്കാരം കാരണം. فأكب عداس على رأس رسول الله صلى الله عليه وسلم ويديه ورجليه يقبلهما, പ്രവാചകന്റെ തലയും കയ്യും കാലും മുത്താൻ തുടങ്ങി അടിമയായ മനുഷ്യൻ. ഈ രംഗം കണ്ട സമയത്ത് റബിയത്തിന്റെ മക്കളായ ഒരാള് സഹോദരൻ മറ്റവനോട് പറഞ്ഞു, അമ്മാ ഗുലാമുക ഫഖദ് അഫ്സദഹു അലൈ, നിന്റെ അടിമ ആ വ്യക്തി മുഹമ്മദ് അവനെ നശിപ്പിച്ചുട്ടോ, കാട്ടുന്നത് കണ്ടില്ലേ, ചെയ്യുന്നത് കണ്ടില്ലേ എന്നുള്ളത്. ഫലമ്മാ ജാഅ അദ്ദാസുൻ, അദ്ദാസ് അങ്ങനെ യജമാന്മാരുടെ അടുത്ത് വന്ന സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞു, വൈഹക മാ ഹാദാ, നിന്റെ നഷ്ടം, നാശം, എന്താണ് ഈ ചെയ്തതൊക്കെ? അപ്പൊ ഖാല, ആ അടിമ പറഞ്ഞു, യാ സയ്യിദി, എന്റെ യജമാനിലെ, മാ ഫിൽ അർളി ഷൈഉൻ ഖൈറുൻ മിൻ ഹാദർ റജുൽ, ഈ മനുഷ്യനിലേറെ ഉത്തമനായ ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേറെ ഉത്തമനായ ഒരു മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിലില്ല. ലഖദ് അഖ്ബറനി ബി അംറിൻ ലാ യഅലമുഹു ഇല്ലാ നബി, ഒരു പ്രവാചകനല്ലാതെ അറിയൂല, അങ്ങനത്തെ ഒരു കാര്യം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞു തന്നു. അവരുടെ ഗ്രന്ഥങ്ങളിലും കാര്യങ്ങളൊക്കെ, തൗറാത്ത്, ഇഞ്ചീൽ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ യൂനുസ് നബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. ഖാലാലഹു, അപ്പൊ അവര് രണ്ടുപേര് യജമാന്മാർ അവനോട് പറഞ്ഞു, വൈഹക യാ അദ്ദാസ്, നിന്റെ നാശം, ലാ യസ്രിഫന്നക അൻ ദീനിക, നിന്റെ നസാറ മതത്തിൽ നിന്ന് നിന്നെ ഇവൻ തിരിക്കാതെക്കട്ടെ. ഫഇന്ന ദീനക ഖൈറും മിൻ ദീനിഹി, നസാറ മതം, ഈസാ നബിയും മാതാവൊക്കെ ഇലാഹാണി എന്നൊക്കെ പറയുന്ന ശിർക്കിന്റെ അതാണ് ഇവൻ നിന്നെ ക്ഷണിക്കുന്ന, അതല്ലെങ്കിൽ ഇവൻ നിന്നോട് പറഞ്ഞ ദീനിലേറെ ഉത്തമമായത്. കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ ആ നസാറ മതക്കാരനായ മനുഷ്യനെ, ആ അടിമയെ ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു. ഏതാണെങ്കിലും വറജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ത്വരീഖി മക്ക, മക്കയിൽ നിന്ന്
തായിഫിലേക്ക് പോകുന്ന ആ വഴിയിൽ കൂടെ പ്രവാചകൻ മക്കയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. ആ തോട്ടത്തിൽ നിന്നൊക്കെ പുറപ്പെട്ടതിൻ്റെ ശേഷം കഈബൻ മഹ്സൂനൻ, സങ്കടപ്പെട്ട ആളായി, മനസ്സ് വേദനിച്ച ആളായി. കാരണം തായിഫിൽ നിന്നുണ്ടായിരുന്ന അനുഭവം പ്രതീക്ഷിച്ച് ചെന്നതല്ല അവിടുന്ന് ലഭിച്ചത്. മക്കയിലും അവസ്ഥ ഇതാണ്, തിരിച്ചു ചെന്നാൽ തായിഫത്തെ അവസ്ഥ ഇതാണ് കണ്ടത്. അങ്ങനെ ഏതാണെങ്കിലും ഫലമ്മ ബലഗ ഖർനുൽ മനാസിൽ, ഖർനുൽ മനാസിൽ എന്ന് പറയുന്നത് തായിഫിലുള്ള ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഇഹ്റാം ഉണ്ടാക്കുന്ന അറിയപ്പെട്ട സ്ഥലമാണ്. പള്ളിയും കാര്യം സൗകര്യങ്ങളൊക്കെ അവിടെയുള്ള അറിയപ്പെട്ട. ആ സമയത്ത് ബഅസല്ലാഹു ഇലൈഹി ജിബ്രീൽ വമഅഹു മലക്കുൽ ജിബാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകന്റെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. അദ്ദേഹത്തിന്റെ കൂടെ പർവ്വതങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. യസ്തഅമുറുഹു അൻ യുതബ്ബിഖൽ അഖ്ശബൈനി അലാ അഹ്ലി മക്ക, മക്കക്കാരായ ആളുകളെ പ്രവാചകനോട് ഈ കാണിക്കുന്ന ധിക്കാരത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നോണം 2 പർവ്വതങ്ങളെ, ആ പർവ്വതങ്ങളെ ഇവരുടെ മേൽ മറിച്ചിട്ട് നശിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നിങ്ങൾ നൽകുകയാണെങ്കിൽ അള്ളാഹു അതിന് ഞങ്ങളോട് കൽപ്പിച്ചതാണ്, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ഈ സംഭവം സഹിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആ സംഭവം അതുപോലെ വിശദമായി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ ഹദ്ദസതുഹു, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരിയുടെ മകനായ ഉർവയോട് പറഞ്ഞു കൊടുത്തു. അന്നഹ ഖാലത്ത് ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ അലൈക മിൻ യൗമി ഉഹുദിൻ. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പല ഭാഗത്തും മുറിവാക്കപ്പെട്ടു. തൻ്റെ പിതൃവിനടക്കം 10-20 സഹാബികൾ വധിക്കപ്പെട്ടു. അത്ര പ്രയാസകരമായ ഒരു യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അതിലേറെ നിങ്ങൾക്ക് പ്രയാസകരമായ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ദീനിൻ്റെ പേരിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീതു മിൻ ഖൗമികി മാ ലഖീതു. ഉഹുദ് യുദ്ധത്തിൽ തൻ്റെ ശരീരത്തിൽ തലയിലും പല്ലിലുമൊക്കെ മുറിവുകളാക്കപ്പെട്ടിരുന്നു. തൻ്റെ അടുത്ത അനുചരന്മാർ, തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതൃവിനായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. പ്രയാസകരമായ ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അതിൽ ആദ്യഘട്ടത്തിൽ വിജയമാണെങ്കിൽ പിന്നീട് തൻ്റെ സഹാബത്തിലൂടെ ജബലുർ റുമാത്തി എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തപ്പെട്ട ആളുകൾ അവർ ചെറിയൊരു തെറ്റ് സംഭവിച്ചത് കാരണം വലിയ പ്രയാസങ്ങൾ യുദ്ധത്തിൽ അനുഭവപ്പെട്ടു. അതിലേറെ പ്രയാസകരമായ രംഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. വകാന അശദ്ദു മാ ലഖീതു മിൻഹും യൗമൽ അഖബ, യൗമൽ അഖബയുടെ ആ ദിവസത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ് ഏറ്റവും കഠിനമായത്. ഒരു മനുഷ്യന് ശരീരത്തിൽ മുറിവാകുന്നതിലേറെ, സാമ്പത്തികമായിട്ട് നഷ്ടം വരുന്നതിലേറെ, മാനസികമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും താങ്ങാൻ കഴിയില്ല. മാനസികമായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളിൽ നിന്നുള്ള അപവാദങ്ങളും ചീത്തവാക്കുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒരു മാന്യതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ശരീരത്തിൽ പല മുറിവുകളും വരുന്നതിലേറെ അവനൊരിക്കലും മറക്കാൻ കഴിയാത്ത, അവനൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളായിരിക്കും. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. യൗമുൽ അഖബന്റെ അന്ന് ഇത് അറൽതു നഫ്സി അലാ ഇബ്നി അബ്ദി യാലീൽ ഇബ്നി അബ്ദി കുലാൽ, ഈ പറയുന്ന 3 ആളുകൾ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഞാൻ എൻ്റെ ശരീരത്തിനെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. ഈ ദീനിനെ ഞാൻ അവർക്ക് ദഅവത്ത് നടത്തി കൊടുത്തു. ഫലം യുജിബ്നി ഇലാ മാ അറത്തു, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ അവരെനിക്കതിന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല, സ്വീകരിച്ചില്ല. അങ്ങനെ പിന്നീട് മറ്റുള്ള ഗ്രാമങ്ങളിലും പ്രമുഖരൊക്കെ അടുത്ത് ഞാൻ ദീനുമായി ചെന്നു. ത്വായിഫിൽ നിന്നിട്ട് എനിക്കതിന് അവർ തൃപ്തികരമായ മറുപടിയില്ലാതെ അവിടുന്ന് ഈ രംഗത്തിലാണ് പുറത്താക്കപ്പെടുന്നത്. ഫൻതലഖ്തു വഅന മഹ്മൂമുൻ, ഞാനങ്ങനെ മാനസികമായിട്ട് വലിയ ടെൻഷൻ സഹിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് പോരുകയാണ്. അലാ വജ്ഹി, തന്നെ പോയ വഴിക്കന്നെ തിരിച്ച് മക്കയിലേക്ക്. ഫലം അസ്തഫിഖ് ഇല്ലാ വഅന ബി ഖർനുൽ മനാസിൽ, ഖർനു സആലബ് എന്നതിന് പേരുണ്ട്. ഖർനുൽ മനാസിൽ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഹദീസിന്റെ കിതാബുകളൊക്കെ ഈ നിലക്കാണ് പ്രസിദ്ധമായ ഖർനുൽ മനാസിൽ. അത് തായിഫിൽ നിന്ന് ഹജ്ജ് ഉംറയ്ക്ക് വരുന്ന, അതല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ വരുന്ന ആളുകൾക്കുള്ള മീഖാത്താണത്. അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ. ഫറഫഅതു റഅസി, അങ്ങനെ ഞാൻ എൻ്റെ തല ആകാശത്തിലേക്ക് ഉയർത്തി നോക്കുമ്പോൾ ഫഇദാ അന ബി സഹാബത്തിൻ ഖദ് അളല്ലത്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു മേഘം നേരിട്ട് തന്നിരിക്കുന്നു. ഫനളർത്തു, അങ്ങനെ ഞാൻ ഉപരിയിലേക്ക് നോക്കുമ്പോൾ ഫഇദാ ഫിഹാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ അവിടെ കണ്ടു. അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളോട് നൽകിയ മറുപടി, ആ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. വമാ റദ്ദു അലൈക്, നിങ്ങൾ അവരോട് ദഅവത്ത് നടത്തി ദീനിലേക്ക് ക്ഷണിച്ചു. അവരെന്താണോ മറുപടി നൽകിയത്, അവരെന്താണോ നിങ്ങളോട് പറഞ്ഞത്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വഖദ് ബഅസല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് ഇത് അയച്ചിരിക്കുന്നു. ലിതഅമുറഹു ബിമാ ശിഅത ബിഹിം, ആ ജനങ്ങൾ കാര്യത്തിൽ എന്താണോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, പറഞ്ഞോളി, കൽപ്പിച്ചോളി, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞതിൻ്റെ ശേഷം ഫനാദാനി മലക്കുൽ ജിബാൽ, പർവ്വതങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നെ വിളിച്ചു.
ഫസല്ലമ അലയ്യ, എനിക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദു ദാലിക് ഫമാശേ, ജിബ്രീൽ പറഞ്ഞതാണ് കാര്യം, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇൻ ശിഅത അൻ ഉതബ്ബിഖ അലൈഹിം അൽ അഖ്ശബൈൻ, അഖ്ശബൈൻ എന്ന് പറയുന്ന മക്കയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 പർവ്വതങ്ങൾ, ജബൽ അബി ഖുബൈസി എന്ന് പറയുന്ന പർവ്വതവും അതിനോട് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊരു പർവ്വതവും, അത് അവർക്കറിയുന്ന അറിയപ്പെട്ടതായിരുന്നു. ആ 2 പർവ്വതങ്ങളെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ മക്കക്കാരായ ആളുകളുടെ മേൽ മറിച്ചിട്ട് അവരെ നശിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കൽപ്പിക്കുകയാണ്, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർ ചെയ്തതിന് പകരം എന്നോണം ഞാനതിന് തയ്യാറാണ് എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു അസ്സ വജല്ല മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ അസ്സ വജല്ല വഹ്ദഹു ലാ ശരീക ലഹ്. എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും ഇവർ ദീന് സ്വീകരിക്കുന്നില്ലെങ്കിലും അവരുടെ മക്കളോ പേരമക്കളോ അവരുടെ മുതുകുകളിൽ നിന്ന് വരുന്ന സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ വരിക എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആഗ്രഹം. അതാണ് ഇവരെ നശിപ്പിക്കേണ്ട. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിലേക്ക് റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫുർ റഹീം, വളരെയധികം കാരുണ്യവും ആർദ്രതയും. വളരെ നമ്മുടെ കാര്യത്തിൽ ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന് ഹിദായത്ത് ലഭിച്ച് അതികഠിനമായ കാലാകാലത്തെ നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന അതിന് മാത്രം ഹിർസുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല്. അതുകൊണ്ട് തന്നെ ഇവരെ ശിക്ഷിക്കാനോ അവരെ നശിപ്പിക്കാനോ ഉള്ള അനുവാദം കൊടുക്കാതെ അവരിൽ നിന്നിട്ട് ഇന്നല്ലെങ്കിൽ ഇവരല്ലെങ്കിൽ ഇവരുടെ പേരമക്കളെങ്കിലും ഈ ദീന് സ്വീകരിക്കുന്നവർ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. വഫി ഹാദൽ ജവാബി അല്ലദി അദ്ലാ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ മറുപടിയിൽ തതജല്ല ശഖ്സിയതുഹു അൽഫദ, ഒറ്റപ്പെട്ട പ്രവാചകന്റെ ആ വ്യക്തിത്വം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അതിന് മാത്രമുള്ള ദീന്റെ കാര്യത്തിലുള്ള ഹിർസും ആളുകളുടെ കാര്യത്തിലുള്ള റഫത്തും ഷഫഖത്തും റഹ്മത്തും കാരുണ്യവും വാത്സല്യവും ദയയും ഇതൊക്കെ ഉള്ള ആളായിരുന്നു. വമാ കാന അലൈഹി മിനൽ ഖുലുഖിൽ അളീം ലാ യുദ്റകു ഗൗറുഹു, അതിൻ്റെ ആഴം നമുക്ക് എത്തിക്കാൻ കഴിയാത്ത അതിന് മാത്രം ആഴത്തിലുള്ള മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പിന്നെ അഫാഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ആ മാനസികമായ ടെൻഷൻ ഈ പറയുന്ന മലക്കുകളുടെ ഈ സംഭാഷണം കാര്യത്തിൽ കൂടെ പിന്നീട് ആ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പോയി തെളിഞ്ഞു. ഹൃദയം സമാധാനമായി. അള്ളാഹുവിൽ നിന്നുള്ള അതിശക്തമായ ഈ ഒരു സഹായവും ഈ പറയുന്ന മലക്കുകൾ വന്നു പറഞ്ഞ ഈ വാക്കുകളും അതിൽ ثم تقدم في طريق مكة حتى بلغ وادي نخلة. വാദി നഖല എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള പ്രദേശമാണ്. അവിടെ എത്തി പ്രവാചകൻ. വഅഖാമ ഫീഹി അയ്യാമൻ, കുറച്ച് ദിവസം അവിടെ താമസിച്ചു. കാരണം അവിടെ താമസിക്കാനും ജലത്തിൻ്റെ സൗകര്യങ്ങളും അതേപോലെ താമസിക്കാനുള്ള സൗകര്യം മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അസൈലുൽ കബീർ എന്ന പേരിലൊക്കെ ആ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത്. സെയ്മ എന്ന് പറയും. സെയ്ലുൽ കബീർ എന്നാണ് അവിടെയുള്ള റോഡുകളിലൊക്കെ വെച്ച ബോർഡുകളിലൊക്കെ എഴുതിക്കാൾ സെയ്ലുൽ കബീർ അറിയപ്പെടുന്ന ആ പ്രദേശത്ത് താമസിച്ചു എന്നുള്ളത്. ലിമാ ബിഹിമാ മിനൽ മാഇ വൽ ഖിസ്ബ്, അവിടെ പിന്നെ ജീവിത ഉപാധികളായ വെള്ളം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വലം നഖ്ഫി, അത് കൃത്യമായി പ്രവാചകൻ എവിടെയാണോ താമസിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു രേഖ ചരിത്രകാരന്മാരായ ആളുകൾ പറഞ്ഞിട്ടില്ല. അല്ലാഹു വഖിലാല ഇഖാമത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനാക, പ്രവാചകൻ അവിടെ താമസിക്കുന്ന സമയത്ത് മറ്റു ഒരു സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്ത് മനുഷ്യരായ ആളുകൾ പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മറ്റാളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇത് ദീന് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു അവരെ പ്രവാചകന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു സന്തോഷ വാർത്ത. ബഅസല്ലാഹു ഇലൈഹി നഫറം മിനൽ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ അവിടെ ഇരുന്ന് അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് മറ്റും കേൾക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നുള്ളത്. തഫ്സീറുകളിൽ ഇത് ഈ ഷെയ്ഖോടെ പറയുന്ന ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ജിന്നുകൾ വന്നത് ഈ സമയത്താണ് എന്നും അതല്ല മറ്റു സമയത്താണ് എന്നും ഉണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിലേക്ക് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെയും ഒരു അഭിപ്രായങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ ത്വായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഫജ്ർ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ജിന്നുകളിൽപ്പെട്ട നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജിന്നുകളാണ് അതല്ല മറ്റവരാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുണ്ട്. ജിന്നുകൾ വന്ന് പ്രവാചകന്റെ ഖിറാഅത്ത് കേട്ടു എന്നും പ്രവാചകൻ അവർ വന്നത് അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിലൊക്കെ
ഇത് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ എന്ന് പറയുന്ന ആയത്ത് ഇറക്കി കൊടുത്തുകൊണ്ട് മനുഷ്യർ നിങ്ങളുടെ ഈ ദഅവത്തും ഖുർആൻ പാരായണവും ദീനും അത് കേൾക്കുന്ന തയ്യാറല്ലെങ്കിലും അള്ളാഹുവിൻ്റെ മറ്റൊരു വിഭാഗം സൃഷ്ടികൾ മനുഷ്യർ അപേക്ഷിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവർ വളരെ ഭയത്തോടു കൂടെ കാണുന്നവരാണ് ജിന്നുകളെ. ആ പറഞ്ഞ ജിന്നുകൾ ഇത് കേൾക്കാനും സ്വീകരിക്കാനും അവരിത് കേട്ട് ഇതിൽ ആകൃഷ്ടരായി അവരുടെ ജനങ്ങളുടെ അടുത്ത് പോയി ദഅവത്ത് നടത്താനും തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്ന സന്തോഷ വാർത്ത മറ്റൊന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നുള്ളതാണ്. അല്ലാഹു ഇലൈഹി നഫറം മിനൽ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവിടുത്തെ ഖിറാഅത്ത് കേട്ടുകൊണ്ട് പ്രവാചകൻ അറിയുമായിരുന്നില്ല ജിന്നുകൾ ഇത് കേൾക്കാൻ ഇവിടെ ഈ സദസ്സിലുണ്ട് എന്നുള്ളത്. അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം അല്ലാഹു സൂറത്തുൽ ജിന്നിൽ സൂറത്തുൽ അഹ്ഖാഫിൽ പോലത്തടുത്തൊക്കെ ഈ ആയത്തുകൾ ഇറക്കിയിട്ട് സൂറത്തുൽ അഹ്ഖാഫിൽ വന്നു ഇത് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം നിങ്ങളിലേക്ക് പറഞ്ഞയച്ചു, തിരിച്ചുവിട്ടു. യസ്തമിഊനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിട്ട്. മനുഷ്യരില്ലേ കേൾക്കാൻ തയ്യാറാവാത്തതുള്ളൂ, ജിന്നുകളുണ്ട്. അങ്ങനെ ഫലമ്മാ ഹളറു, പ്രവാചകന്റെ അടുത്ത് ആ ജിന്നുകൾ ഹാജരായ സമയത്ത് ഖാലു അൻസിതു, അവർ പരസ്പരം അങ്ങോട്ടും മൗനം പാലിക്കുകയും ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്ന് പറഞ്ഞു. ഫലമ്മാ ഖുദിയ വല്ലു ഇലാ ഖൗമിഹിം മുൻദിരീൻ, പ്രവാചകന്റെ ഖുർആൻ പാരായണം അവസാനിച്ച സമയത്ത് ആ ജിന്നുകൾ അവരുടെ ജനങ്ങളുടെ അടുത്തേക്ക് താക്കീതുകാരും പ്രബോധകന്മാരുമായിട്ട് തിരിച്ചുപോയി. ഈ പറയുന്ന ഖുർആൻ അവർ കേട്ടു, അവരിതിൽ വിശ്വസിച്ചു. അവരുടെ ജനങ്ങൾ ഇത് കേൾക്കാത്ത അവരുടെ ഗ്രാമങ്ങളിലും നാടുകളിലുമുള്ള ആ ജിന്നുകളെ അവർ താക്കീത് നൽകുന്നവരായിട്ട് പോയി. ഖാലു യാ ഖൗമന, അവരുടെ ജനങ്ങളടുത്ത് ചെന്ന് ജിന്നുകൾ പറഞ്ഞു, നമ്മുടെ ജനങ്ങളെ, സമൂഹമേ, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ നബിയുടെ ശേഷം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഞങ്ങൾ ഇന്ന് കേട്ടുവരികയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഈ പറയുന്ന ഗ്രന്ഥത്തിന്റെ മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശങ്ങളും ആശയങ്ങളും അതൊക്കെ സത്യപ്പെടുത്തുന്നതാണ് ഈ ഗ്രന്ഥം. യഹ്ദി ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, ഇത് സത്യത്തിലേക്കും ശരിയായ നേരായ മാർഗത്തിലേക്കും ചേർക്കുന്നതാണ്. എന്നിട്ട് ആ ജിന്നുകൾ ഈ ഖുർആൻ കേട്ടതിന്റെ ശേഷം അവരുടെ ജനങ്ങളോട് പറയുന്നു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് നിങ്ങൾ ഉത്തരം ചെയ്യാൻ തയ്യാറാവണം. വ ആമിനൂ ബിഹി, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അള്ളാഹുവിൻ്റെ ആ ദായിനെ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കിന് നിങ്ങൾ ഉത്തരം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ദഅവത്ത് നിങ്ങൾ സ്വീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണവും അഭയം നൽകും. സുബ്ഹാനല്ലാഹ്, മനുഷ്യരായ ആളുകൾ ധിക്കരിച്ചുകൊണ്ട് കേൾക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദൃശ്യരായ ജിന്നുകൾ ഇത് കേൾക്കാൻ വന്നു എന്നുള്ളതും സദസ്സിലുണ്ടായിരുന്നു എന്നും അവർ പോയിട്ട് അവരുടെ ജനങ്ങളോട് ദഅവത്ത് നടത്തിയെന്ന് കേൾക്കുമ്പോൾ അത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷകരമായ ഒരു വിവരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ സമാധാനം നൽകുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ കുറിച്ച് പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, എനിക്ക് സന്ദേശം നൽകപ്പെട്ടു, നിശ്ചയം ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇസ്തമഅ വെറുതെ കേൾക്കാന്നല്ല, ശ്രദ്ധയോടെ ജിന്നുകൾ ഇത് കേട്ടിട്ടുണ്ട്. മനുഷ്യരല്ല ധിക്കാരികൾ കേൾക്കാത്തതുള്ളൂ. എന്നിട്ട് ഫഖാലു, ആ ജിന്നുകൾ കേട്ടതിന്റെ ശേഷം അവരിതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതാവഹമായ ഒരു പാരായണമാണ് ഞങ്ങൾ കേട്ടത്, വളരെ അത്ഭുതപ്പെടുത്തുന്നത്, വളരെ പുതുമപ്പെടുത്തുന്നത്, വലിയ വലിയ വിശാലമായ അറിവുകളും വലിയ വലിയ സന്ദേശങ്ങളും ഉത്തമമായ അധ്യാപനങ്ങളുമുള്ളതാണത്. യഹ്ദീ ഇലർ റുഷ്ദ്, അത് സന്മാർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് വഴികാട്ടുന്നതാണ്, നല്ലതിലേക്ക് ആളുകൾക്ക് അതിൽ സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളത് വിശ്വസിച്ചു, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, നല്ല സന്ദേശമാണ്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങളുടെ റബ്ബിനോട് ഒരിക്കലും നമ്മൾ ഇനി ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. മുവഹിദീങ്ങളായ ആ ജിന്നുകൾ, തൗഹീദ് സ്വീകരിച്ചു ആ ജിന്നുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊക്കെ സന്തോഷവാർത്ത അറിയിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഈ യാത്രയിലാണിത് എന്നും അതല്ല മറ്റ് ചില സമയങ്ങളിലാണ് എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലത്തെ വഹയികൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് സമാധാനം നൽകി എന്നുള്ളതാണ്. സമാധാനം നൽകി, തൻ്റെ ദഅവത്ത് സ്വീകരിക്കാൻ
ഈ ധിക്കാരികൾ തയ്യാറല്ലെങ്കിലും അതിന് മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അവൻ അധീനപ്പെടുത്തിയിട്ടുണ്ട്, അവൻ അതിന് തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത നൽകി എന്നുള്ളത്. വഹഖൻ, യഥാർത്ഥത്തിൽ കാന ഹാദൽ ഹാദിസു നസ്റൻ ആഖറ അമദ്ദഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ മറ്റൊരു സഹായമായിരുന്നു ഈ പറയുന്ന സംഭവങ്ങൾ. അല്ലതീ ലാ യഅലമുഹ ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല ആ നിലക്കുള്ള മഹത്തായ ഒരു അനുഭവം, ഒരു സഹായമായിരുന്നു. തുമ്മ ഇന്ന ഹാദിഹിൽ ആയാത്തി നസലത്ത് ബിസദദി ഹാദിൽ ഹാദി, അതുപോലെ പിന്നീട് ഈ ജിന്നുകൾ പ്രവാചകന്റെ അടുത്ത് വരുന്നതും പ്രവാചകൻ അങ്ങോട്ട് പോയിട്ട് അവർക്ക് ദഅവത്ത് നടത്തുന്നതൊക്കെ പിന്നീട് പല പ്രാവശ്യം അത് ഉണ്ടാവുകയും സംഭവിക്കുകയും ചെയ്തിരുന്നു. മദീനയിൽ പോയതിന് ശേഷമൊക്കെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി പ്രവാചകൻ ജിന്നുകൾക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി പോയ സംഭവങ്ങളൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ കൂടെ വന്നതുമുണ്ട്. അമാമ ഹാദിഹിൻ നുസ്റ വ അമാമ ഹാദിഹിൽ ബിശാറാത്ത്, ഈ പറയുന്ന സഹായങ്ങൾ, ഈ സന്തോഷവാർത്തകൾ, അതിൻ്റെ മുന്നിൽ അഖ്ശഅത്ത് സഹാബത്തുൽ കആബത്തി വൽ ഹുസ്നി വൽ യഅസി അല്ലതി കാനത്ത് മുതബ്ബഖതൻ അലൈഹി, പ്രവാചകന്റെ മേൽ അടഞ്ഞുകൂടിയിരുന്ന ആ വ്യസനങ്ങളും ആ പറയുന്ന മാനസികമായ സംഘർഷങ്ങളുമൊക്കെ നീങ്ങിപ്പോയി. അങ്ങനെ ത്വായിഫിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹത്താ സ്വമ്മമ അലൽ ഔദി ഇലാ മക്ക, മക്കയെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ട് പുറപ്പെടുകയാണ്. وعلى القيام باستئناف خطته الأولى في عرض الإسلام وإبلاغ رسالة الله الخالدة بنشاط جديد وبجد وحماس, വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ, ഉന്മേഷത്തോടെ, പൂർവാധികം ആവേശത്തോടെ അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ഈ ദഅവത്തും അള്ളാഹുവിൻ്റെ റിസാലത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അതിന് തയ്യാറായിക്കൊണ്ട് അതിനുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും മനസ്സിൽ കരുതി മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ വഹീന ഇദിൻ ഖാല ലഹു സയ്യിദ് ബിൻ ഹാരിസ, മക്കയിലേക്ക് പോകുന്ന സമയത്ത് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, കൈഫ തദ്ഖുലു അലൈഹിം വഖദ് അഖ്റജൂക, മക്കക്കാർ നിങ്ങളെ പുറത്താക്കിയതാണ്, മക്കയിൽ നിന്നിട്ട് നിങ്ങൾ അവിടെ പറ്റൂല എന്ന് പറഞ്ഞ ദഅവത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോകുന്ന സ്ഥിതിക്ക് ഇനി മക്കയിലേക്ക് പ്രവേശിക്കാൻ അവർ അനുവദിക്കൂല, അവിടുത്തെ പ്രമുഖന്മാരായ ആളുകൾ അനുവദിക്കൂല. അന്നത്തെ നിയമങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ്. യാനി ഖുറൈശികളെ കുറിച്ച് അവർ നിങ്ങൾ അവിടുന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് എങ്ങനെ പോവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദു ഇന്നല്ലാഹ ജാഇലുൻ ലിമാ തറാ ഫറജൻ വ മഖ്റജ, നീ നിന്നെ അലട്ടുന്ന, നീ പേടിപ്പെടുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ഒരു ആശ്വാസം, അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. വ ഇന്നല്ലാഹ നാസിറു ദീനിഹി, നിശ്ചയം അള്ളാഹു അവൻ്റെ ദീനെ സഹായിക്കും. വ മുദ്ഹിറു നബിയിഹി, അവൻ്റെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കും ചെയ്യും, നിരാശപ്പെടേണ്ട, അള്ളാഹു ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. ഹത്താ ഇദാ ദനാ മിൻ മക്കത ബിഹിറ, ഗാറ ഹിറ എന്ന് പറയുന്ന പർവ്വതം കാര്യങ്ങളൊക്കെയുള്ള ആ പരിസരത്തെത്തി, മക്കയിലേക്ക് പ്രവേശിക്കാനടുത്തായി. അങ്ങനെ വബഅസ റജുലൻ മിൻ ഖുസാഅത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് അഖ്നസ് ബിനു ശുറൈഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് അഭയം നൽകാൻ വേണ്ടി. അന്നത്തെ രീതി അങ്ങനെയാണ്. മക്കയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മക്കയുള്ള ഒരാൾ പറയാണ്, ഇവന് ഞാൻ അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നീ സ്പോൺസർഷിപ്പ് പോലത്തെ കാര്യങ്ങളും ജിൻസിയ പോലത്തെ ഒരു നാട്ടിൻ്റെ നാഷണാലിറ്റി പോലത്തെ രേഖകൾ പോലത്തെ ഒരു രീതി അന്ന് അങ്ങനെയായിരുന്നു. അഖ്നസ് എന്ന് പറയുന്ന ആൾ പറയാണ്, ഞാൻ ഇവർക്ക് അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റാരും ആക്രമിക്കൂല, ഉപദ്രവിക്കൂല, അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കാം. അപ്പം ഇത് പറഞ്ഞപ്പോൾ അഖ്നസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു, അന ഹലീഫുൻ, ഞാൻ തന്നെ മക്കക്കാരായ ആളുകളിൽ അവിടെ ചെന്നുകൂടിയ ആളാണ്, എനിക്ക് അവരഭയം തരുന്ന് എന്നെ മക്കക്കാർ അവരെ കൂട്ടത്തിൽ കൂട്ടിയ ആളാണ്. വൽ ഹലീഫുലായി, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ മക്കക്കാരനല്ല ഒറിജിനൽ, മറ്റു നാട്ടിൽ നിന്ന് മക്കയിൽ ഖുറൈശ് എടുത്ത് ചെന്നിട്ട് അവരവരുടെ സഹായവും കാര്യങ്ങളും സംരക്ഷണം തന്നിട്ട് അഭയം തന്നൊരു വ്യക്തിയാണ് ഞാൻ, എനിക്കിങ്ങനത്തെ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ബിൻ അംറി എന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങൾ തന്നെയാണ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു. അപ്പോൾ സുഹൈൽ പറഞ്ഞു, ഇന്ന ബനി ആമിരില്ല തുജീറു അല ബനി കാബിൻ, ഞങ്ങൾക്ക് ബനു കാബിൻ്റെ അവർക്ക് മേലിൽ ഇതുപോലത്തെ സംരക്ഷണം തരാൻ പാടില്ല, നിയമം അങ്ങനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്അം ഇബ്നു അദി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ഗ്രാമമുഖ്യനും പ്രമുഖനുമായിരുന്നു. മുത്അം പറഞ്ഞു, ഞാൻ അഭയം തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ തസല്ലഹ, അദ്ദേഹം ആയുധമണിഞ്ഞു. വദഅ ബനീഹി വ ഖൗമഹു, അദ്ദേഹത്തിൻ്റെ ജനങ്ങളെയും മക്കളെയൊക്കെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇൽബസുസ്ല, ആയുധങ്ങൾ ധരിക്കുവീൻ. വക്കൂനു ഇൻദ അർക്കാനിൽ ബൈത്തി, കാബത്തിൻ്റെ 4 ഭാഗങ്ങളിലും മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആ ഹറമിൻ്റെയൊക്കെ 4 ബോർഡറുകളിൽ നിങ്ങൾ അവിടെ നിൽക്കണം, പ്രത്യേകിച്ച് കാബ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗങ്ങളിൽ.
ഫഇന്നി ഖദ് അജർതു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദിന് അഭയം കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ ആരെയും ആക്രമിക്കാതിരിക്കാനാണ് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും മക്കളൊക്കെ ആയുധവുമായിട്ട് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്ത് നിർത്തിയത്, ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞിട്ട് വേണു അൻ ഉദ്ഖുൽ, മക്കയിലേക്ക് പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. തൻ്റെ കൂടെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ചെന്നു. അപ്പോൾ മുത്അം തൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, യാ മാഅശറ ഖുറൈശിൻ, ഖുറൈശി സമൂഹമേ, ഇന്നി ഖദ് അജർതു മുഹമ്മദൻ, ഞാൻ അവന് അഭയം കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ യഹ്ജുഹു അഹദും മിൻകും, ആരും അവരെ ഉപദ്രവിക്കേ ആക്രമിക്കേ ശല്യം ചെയ്യുകയോ ഒന്നും ചെയ്യരുതേ എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്നുൽ യമാനിൻ്റെ അടുത്ത് ചെന്നു. അതിന് തൊട്ടുമുത്തി കഅബ ഷരീഫിൽ തവാഫ് ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്തും തന്നെ മുത്അം ഇബ്നു അദിയും മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മുഹദിഖൂന ബിഹി ബിസ്സിലാഹി ഹത്താ ദഖല ബൈത്തു, പ്രവാചകന് പൂർണ്ണമായിട്ട് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പ്രവാചകനെ വലയം ചെയ്ത് അവരുടെ സംരക്ഷണത്തിൻ്റെ കീഴിലായി മക്ക ഹറമിൽ നിന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. മക്കയിലെത്തി അഭയമായി സംരക്ഷണമായി. വഖീല, പറയപ്പെടുന്നുണ്ട്, ഇന്ന അബാ ജഹലിൻ സഅല മുത്അം ഇബ്നു അദിയിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം കൊടുത്ത സമയത്ത് അബൂജഹൽ ദുഷ്ടനായ മനുഷ്യൻ, മുജീറുൻ അൻത മുത്താബി, നീ മുഹമ്മദിന്റെ ആദർശത്തിൽ സ്വീകരിച്ചു കൂടിയ ആളാണോ, ഇസ്ലാം സ്വീകരിച്ചേക്കണോ, അതല്ല ആദർശമൊക്കെ ശിർക്ക് തന്നെയാണ്, ഒരു അഭയം കൊടുത്തതാണോ? അപ്പോൾ മുത്അം പറഞ്ഞു, മുജീർ, ഞാൻ അഭയം കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ആക്രമിക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ ഖദ് അജർനാമൻ അജർത്ത്, നിങ്ങൾ അഭയം കൊടുത്ത ആളുകൾക്ക് ഞങ്ങൾ അഭയം കൊടുത്തു, ഉപദ്രവിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ, മുശ്രിക്കായ മനുഷ്യൻ അന്ന് ചെയ്തൊരു സഹായം അത് എന്തെന്നില്ലാത്ത വില മതിക്കുന്ന നിലക്ക് അതിനുള്ളൊരു നന്ദി പ്രവാചകൻ മനസ്സിൽ മറച്ചു വെച്ചിരുന്നു. അങ്ങനെ പിന്നെ ബദർ യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ബദറിൽ നിന്നിട്ട് 10-70 ആളുകളെ തടവുകാരായിട്ട് മദീനയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവരെ അഭയാർത്ഥികളായിട്ട് തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയ ആളുകളെ വിട്ടുകൊടുക്കാൻ വേണ്ടി മക്കക്കാരായ ഖുറൈശികൾ മക്കയിലുള്ള പ്രമുഖരായ ആളുകളെ പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ മുത്അം ഇബ്നു അദിയിൻ്റെ മകനായ ജുബൈർ ഇബ്നു മുത്അം, ജുബൈർ റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കായിരുന്നു. ഈ പറയുന്ന ജുബൈർ ആ കൂട്ടത്തിൽ അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനൊക്കെ കാരണമായത് ആ യാത്രയാണ്. അദ്ദേഹം പോയിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്അം ഇബ്നു അദി എങ്ങാൻ ഇന്ന് ജീവിച്ചു നിന്നിട്ട് ഇവരെ വിട്ടുതരണമെന്നാണ് 10 പൈസ പ്രതിഫലം വാങ്ങാതെ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു. ആ മനുഷ്യൻ അന്ന് ചെയ്ത ആ സഹായത്തിന് പകരമായി നമുക്കാരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തന്നാൽ അതിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അതിമഹത്തായ ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനോട് അടിമകളായ നമ്മൾ നന്ദി കാണിക്കണം. ഏതെങ്കിലും മനുഷ്യരെ കയ്യാലെയാണ് നമുക്ക് ഏതെങ്കിലും സഹായങ്ങളോ നന്മകളോ നൽകിയിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദിയുള്ളവരാവണം, വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ മുത്അം ചെയ്ത ആ പ്രവർത്തിക്ക് നന്ദി എന്നുള്ളതും ഈ പറയുന്ന ആളുകളോട്, ബദറിന് തടവുകാരായിട്ട് പിടിക്കപ്പെട്ട ആളുകളെ പറഞ്ഞു, ലൗ കാനൽ മുത്അം ഇബ്നു അദിയ്യൻ ഹയ്യൻ, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വെക്കാം. എന്നിട്ട് സുമ്മ കല്ലമനി ഫി ഹഉലാഇ നത്ന, ഈ നീചരായ ആളുകൾ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചിട്ട് അള്ളാഹു കൊടുത്ത ആദരവും കാര്യങ്ങളും സ്വീകരിച്ച് ദീന് സ്വീകരിക്കാൻ കഴിയാത്ത നീചരായ ഈ ആളുകൾ അവരുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ തറക്കത്തുഹും ലഹു, ഞാനിവരെ ഒന്നും വാങ്ങാതെ പ്രതിഫലം വാങ്ങാതെ വിട്ടുകൊടുക്കുമായിരുന്നു അദ്ദേഹത്തിനുള്ള ആദരവ് കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഏതാണെങ്കിലും മക്കയിൽ വന്നതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തൻ്റെ ദഅവത്തിൽ തുടർന്നു പോയി എന്നുള്ളത്, നിരാശപ്പെടാതെ പിന്മാറാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സമാധാനിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ ചില സന്തോഷ വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. ഫീ ദിൽഖഅദത്തി സനത 10 മിന നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ ഫീ ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്ക, മക്കയിലേക്ക് പുറപ്പെട്ടു. ലിയസ്തഅനിഫ അർളൽ ഇസ്ലാമി അൽ ഖബാഇലി വൽ അഫ്ര, ഒറ്റപ്പെട്ട ആളുകളോടും അറേബ്യൻ ഗോത്രങ്ങളോടും ഹജ്ജിന് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അവരോടൊക്കെ ഇസ്ലാമിലേക്കുള്ള ആ ദഅവത്ത് അത് വീണ്ടും അത് ആരംഭിക്കാൻ വേണ്ടി. വലിഖ്തിറാബിൽ മൗസിമി കാന നാസി യഅതൂന ഇലാ മക്കത റിജാലൻ, പല ആളുകളും നടന്നുകൊണ്ടും വാഹനപ്പുറത്തായിട്ട് ഹജ്ജിൻ്റെ സമയത്ത് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് അറേബ്യൻ ഗോത്രങ്ങൾ ആളുകൾ മക്കയിലേക്ക് വരും. അപ്പോൾ അത് അടുത്ത സമയമായിട്ടുണ്ട്. വാലാക്കുല്ലി നടന്നു വരുന്നവരുണ്ട്, വാഹനപ്പുറത്ത് വരുന്നവരുണ്ട്, ഓരോ ഭാഗം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫഅതാഹും ഖബീലത്തൻ ആ ഒരു സമയം പ്രവാചകൻ അത് ഉപയോഗപ്പെടുത്തുകയാണ്. ആളുകൾ മറ്റ് പ്രദേശങ്ങളിൽ ഹജ്ജിനൊക്കെ വന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഖുറൈശികൾ മാത്രമല്ല, മക്കക്കാർ മാത്രമല്ല,
അപ്പൊ അതാഹും കബീലത്തൻ കബീല, ഓരോ ഗോത്രങ്ങൾ മിനയിലും അറഫയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ടെന്റുകളിൽ താമസിക്കുന്ന ഓരോ ഗോത്രത്തിന്റെയും അടുത്ത് പ്രവാചകൻ ചെന്നു. യാരിദു അലൈഹിമുൽ ഇസ്ലാമ വയദ്ഉഹും ഇലൈഹി, ഇസ്ലാം അവർക്ക് മനസ്സിലാക്കി അറിയിച്ചു കൊടുക്കുകയും ഖുർആൻ പാരായണം ചെയ്തു കേൾപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ട്. അത് ഈ പറയുന്ന 10ാമത്തെ വർഷത്തിൽ 2ാമത് തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പ്രവാചകൻ ചെയ്തു. നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ ഹജ്ജിന്റെ ഈ സമയങ്ങൾ, അതേപോലെ തന്നെ ആൾക്കൂട്ടങ്ങളുള്ള അവരുടെ ചന്തകൾ, മാർക്കറ്റുകളിൽ അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്ത് ചെയ്യലുണ്ടായിരുന്നു, അത് ഉപയോഗപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വകാന മിമ്മൻ യുസമ്മീലന, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റഹ്മഹുല്ല പറയാണ്, നമുക്ക് ഈ പറയുന്ന റിപ്പോർട്ടുകൾ വിവരങ്ങളൊക്കെ മുഹമ്മദ് ഇബ്നു സുഹരി റഹ്മഹുല്ല ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം പറയാണ്, യുസമ്മീലന മിനൽ ഖബായിലില്ലതീന ആതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ ഗോത്രങ്ങളിൽ പോയിട്ടാണ്, പ്രത്യേകിച്ച് പ്രമുഖരായ ഗോത്രങ്ങൾ ഏതൊക്കെയാണ് ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്, എവിടേക്ക് പോയിട്ടാണ് ഇസ്ലാമിലേക്ക് അവരെ പ്രബോധനം ചെയ്തത്. പ്രമുഖരായ ഗോത്രങ്ങൾ ബനു ആമിർ ഇബ്നു സഅസഅ, മുഹാരിബ് ഇബ്നു ഖസഫ, ഫസാറ, ഗസ്സാൻ, മുറ, ഹനീഫ, സുലൈം, അബസ്, ബനു നസ്ർ പോലത്തെ ഈ പറയപ്പെട്ടവരൊക്കെ ഗോത്രങ്ങൾ ഓരോ കുടുംബങ്ങളിലും ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിരുന്നു. വഹാദിഹിൽ ഖബായിലത്തി സമ്മാഹ സുഹരി, പ്രവാചകൻ ഈ പറയുന്ന ഓരോ ഗോത്രങ്ങളിലും ഒരൊറ്റ വർഷത്തിൽ ദഅവത്ത് നടത്തിയതല്ല, പല ഘട്ടങ്ങളിലായിട്ട് നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ ഈ പറയുന്ന ഹിജ്റയുടെ ഈ 10ാമത്തെ വർഷം വരെയുള്ള ഓരോ വർഷങ്ങളിലും പ്രവാചകൻ അവരോട് ദഅവത്ത് നടത്തിയതാണ്, മൊത്തത്തിലുള്ള വിവരങ്ങളാണ് എന്നർത്ഥത്തിൽ. അമ്മാ കൈഫിയത്തു അർദിൽ ഇസ്ലാമി അലാ ഹാദിഹിൽ ഖബായിൽ, ഈ ഗോത്രങ്ങളിൽ എങ്ങനെയായിരുന്നു ഇസ്ലാം അവിടെ ചെന്ന് ദഅവത്ത് നടത്തിയിരുന്നത്, അവരുടെ മറുപടി എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെ ചില റിപ്പോർട്ടുകളിലും റിവായത്തുകളിലും വന്നത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ബനു കൽബി എന്ന് പറയുന്ന ഗോത്രക്കാർ അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. അവരെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബനു അബ്ദുള്ള എന്ന പേരിലായിരുന്നു അവരറിയപ്പെട്ടിരുന്നത്, ആ ഗോത്രക്കാരെ അറിയപ്പെട്ട് ബനു അബ്ദുള്ള എന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് അവർ ദഅവത്ത് നടത്തി, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ഖുർആനും അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, യാ ബനി അബ്ദുള്ള ഇന്നല്ലാഹ ഖദ് അഹ്സന ഇസ്മ അബീക്കും, നിങ്ങളുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നുള്ള പേര് അത് വളരെ നല്ല പേരാണ് നിങ്ങൾക്ക് നൽകിയത് എന്നൊക്കെ പറഞ്ഞ് നല്ല നിലക്കുള്ള രീതിയിൽ ദഅവത്ത് നടത്തി. പക്ഷേ ഫലം യഖ്ബലു മിൻഹുമ അർള അലൈഹിം, പ്രവാചകൻ അവരോട് പറഞ്ഞ ദീൻ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ബനു ഹനീഫ അവരുടെ വീടുകളിൽ അവരുടെ ടെന്റുകളിൽ ചെന്ന് ദഅവത്ത് നടത്തി, അവരോട് ദീനിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഫലം യകുൻ അഹദും മിനൽ അറബി അഖ്ബഹ അലൈഹി റദ്ദം, വളരെ മോശപ്പെട്ട നിലക്കുള്ള പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത്. പിന്നെ ബനു ആമിർ ഇബ്നു സഅസഅ എന്ന് പറയുന്ന കുടുംബത്തിൽ ചെന്നു, അവിടെ ദഅവത്ത് നടത്തി. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ബുഹൈറത്ത് ഇബ്നു ഫിറാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലൗ അന്നി അഖദതു ഹാദൽ ഫതാ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഈ യുവാവിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ മറ്റുള്ള അറബി ഗോത്രങ്ങളോട് യുദ്ധം ചെയ്ത് നമുക്ക് നേതാവാകാനും നമുക്ക് നേതൃത്വത്തിലെത്താൻ കഴിയും. അപ്പം ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ വ്യക്തി പറഞ്ഞു, റസൂലിനോട് സംസാരിക്കട്ടെ. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, അറഅയ്ത ഇന്നഹനു ബഅയനാക അലാ അംരിക്, നിന്റെ ഈ പറയുന്ന സന്ദേശവും കാര്യങ്ങളും ഞങ്ങൾ സ്വീകരിച്ചു, നിനക്ക് ബൈഅത്ത് ചെയ്തു എന്ന് വെക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മറ്റുള്ളവരിലേറെ വിജയം തന്നു, എന്നാൽ നിന്റെ ശേഷം പിന്നെ അധികാരം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അറഅയ്ത ഇന്നഹനു ബഅയനാക അലാ അംരിക്, നീ പറയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, നിന്നോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്യുക, നിന്റെ കൂടെ ഞങ്ങൾ കൂടാൻ തയ്യാറാണ്. പക്ഷേ പിന്നീട് നിനക്ക് അള്ളാഹു വിജയം തരുകയും നിന്റെ കാര്യങ്ങളൊക്കെ അത് അഭിവൃദ്ധിപ്പെടുകയും ചെയ്താൽ നിന്റെ കാലശേഷം പിന്നീട് ഞങ്ങൾക്ക് ഈ അധികാരം കാര്യം നേതൃത്വം അത് നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംറു ഇലല്ലാഹ്, കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്, അവനാണ് കൈകാര്യം ചെയ്യുന്നവൻ. യളഅഹു ഹൈതു യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത് അത് വെക്കും. എൻ്റെ ശേഷം ആർക്കാണ് നേതൃത്വം തരിക എന്നുള്ളതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പാട്ടിന് പോയിക്കോ, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, താല്പര്യമില്ല. അധികാരമായിരുന്നു അവർക്ക് ആവശ്യം, ദീനല്ലായിരുന്നു. വലമ്മ റജഅത്ത് ബനു ആമിരിൻ, അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ബനു ആമിർ എന്ന് പറയുന്ന ഈ ഗോത്രം അവർ നാട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അങ്ങനെ മടങ്ങിച്ചെന്ന സമയത്ത് തഹദ്ദസു ഇലാ ഷെയ്ഖിൻ ലഹും ലം യുവാഫിൽ മൗസിം അലി കിബരിസ്നി, വയസ്സും വാർദ്ധക്യം കാരണം ഹജ്ജിന് വരാൻ കഴിയാത്ത ഗ്രാമമുഖ്യനായിരുന്ന പ്രമുഖനായ തൻ്റെ ഇടം പക്വതയൊക്കെയുള്ള ഒരു പ്രായം ചെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളടുത്ത് ചെന്നിട്ട് ഇങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ വക്കാലൂബ അവർ ഞങ്ങളടുത്ത് ഖുറൈശികൾപ്പെട്ടൊരു ഗോത്രം ഒരു യുവാവ് വന്നു, ഇങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ച് നബിയാണി എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞു പോന്നു എന്ന് പറഞ്ഞു.
അത് പറഞ്ഞ സമയത്ത് ഫവളഅ ശൈഖു യദൈഹി അലാ റഅസിഹി, ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 2 കൈയും തലൻ്റെ മുകളിൽ വെച്ചിട്ട്, വല്ല നഷ്ടങ്ങളോ കഷ്ടങ്ങളോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ചില ആളുകളൊക്കെ ചെയ്യുമല്ലോ, 2 കൈയും തലൻ്റെ മുകളിൽ വെച്ചിട്ട് സുമ്മ ഖാല, പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു, യാ ബനി ആമിർ, ബനു ആമിർ, ജനങ്ങളെ, വഹൽ ലഹാ മിൻ തലാഫ്, വല്ലാത്തൊരു നഷ്ടമാണ് നിങ്ങൾ വരുത്തി വച്ചത്. ഇനി അത് പരിഹരിക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഹൽ ലഹാ മിൻ തലാഫ് ഹൽ ലിദ്ദുനാബാഹാ മിൻ മത്ലബ്. അതൊക്കെ അറബികൾ അവരുടെ ഓരോ മൊഴികളാണ്, പഴയ മൊഴികളാണ്. അതായത് ഒരു പക്ഷിയെ വേട്ടയാടിയിട്ട് കൂട്ടിലിട്ടിട്ട് അപ്രതീക്ഷിതമായിട്ട് ആ പക്ഷി ആ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ വല്ലാത്തൊരു നഷ്ടം, ഇനിയിപ്പോൾ അതിനെ പിടിക്കാൻ വല്ല മാർഗമുണ്ടോ എന്നവർ പറയുന്നത് പോലത്തെ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, വളരെ നല്ല ഒരു ചാൻസായിരുന്നത്, നമുക്ക് വളരെ വല്ല മുന്തിയ ഒരവസരമായിരുന്നത്, നിങ്ങളത് നഷ്ടപ്പെടുത്തി കളഞ്ഞു കുളിച്ചല്ലോ, ഇനി അത് തിരിച്ചു പിടിക്കാൻ വല്ല മാർഗമുണ്ടോ എന്നാ മനുഷ്യൻ പറഞ്ഞു. വല്ലദീ നഫ്സു ഫുലാനിൻ ബിയദിഹി, എൻ്റെ ശരീരം ഏതൊരുത്തൻ്റെ കയ്യിലാണ്, അഥവാ അള്ളാഹുവാണ് സത്യം. മാ തഖവ്വലഹാ ഇസ്മാഈലിയുൻ ഖത്ത്, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു കള്ളവാദവുമായി ഇതുവരെ വന്നിട്ടില്ല. ഇദ്ദേഹം സത്യമായിരുന്നു, ആൾ നബിയാണ്, ആളെ കൊള്ളാമായിരുന്നു, വിശ്വസിക്കാമായിരുന്നു, നിങ്ങൾ സ്വീകരിക്കേണ്ടതേനു എന്ന് ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു. വ ഇന്നഹാ ലഹഖുൻ, അയാൾ ശരിയായിരുന്നു, നിങ്ങളയാൾ സ്വീകരിക്കേണ്ടതായിരുന്നു, നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവരേണ്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഫൈന റഅയുക്കും കാന അൻകും, അന്തം ബുദ്ധിയില്ലാത്ത, എവിടെയായിരുന്നു നിങ്ങളുടെ ബുദ്ധി, എവിടെയായിരുന്നു നിങ്ങളുടെ തൻ്റെ ഇടം, നിങ്ങളുടെ കാര്യബോധം, നിങ്ങൾക്കൊരു കൃത്യമായ നിലപാടുണ്ടായിരുന്നില്ല ഈ വിഷയത്തിൽ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അവർ ചെയ്തത് ശരിയായില്ല, പക്ഷേ അവസരം നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ഉദ്ദേശം ലക്ഷ്യം ശരിയല്ലായിരുന്നു, ഇഖ്ലാസും സിദ്ഖുമല്ലായിരുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹല്ലായിരുന്നു, അവർക്ക് നേതൃത്വവും അധികാരവുമായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളോട്, കുടുംബങ്ങളോട് ദഅവത്ത് നടത്തുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ആളുകളും കുടുംബങ്ങളും അത് നിരസിച്ചു എന്നുണ്ടെങ്കിലും സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ കണക്കാക്കിയ ഒരുപാട് ആളുകൾ കുടുംബങ്ങളായിട്ടും ഒറ്റപ്പെട്ടവരായിട്ടും വ്യക്തികളായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ ദഅവത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വകമാ അറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാം അൽ ഖബാഇലി വൽ വുഫൂദ്, ഹജ്ജിന് വന്ന പ്രതിനിധി സംഘങ്ങളും അതേപോലെ തന്നെ ഗോത്രങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുപോയി ദഅവത്ത് നടത്തിയപ്പോൾ അറള അലൽ അഫ്റാദി വൽ അഷ്ഖാസ്, വ്യക്തികളോടും ദഅവത്ത് നടത്തിയിരുന്നു. വഹസല മിൻ ബഅദിഹിം അലാ റുദൂദിൻ സ്വാലിഹ, വളരെ നല്ല മറുപടികൾ, നല്ല പ്രതികരണങ്ങൾ ഈ വ്യക്തികളിൽ നിന്ന്, ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ പ്രവാചകന് ലഭിക്കുകയും ചെയ്തിരുന്നു. വആമന ബിഹി ഇദ്ദത്തു റിജാലിൻ ബഅദ ഹാദൽ മൗസിമി ബിഖലീൽ, ഈ ഹജ്ജിന്റെ ആ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പല ആളുകളും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വഹാക്കനുബദത്തും മിൻഹും, ആ വിശ്വസിച്ച മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകളെ പേരുകൾ ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറയുന്നുണ്ട്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടതാണ്. സുവൈദ് ബിൻ സാമിത്ത് റഹിമഹുല്ല അദ്ദേഹം ഇതിൽപ്പെട്ടതാണ്. ഇയാസ് ബിൻ മുആദ് എന്ന് പറയുന്ന യുവാവ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ചില ഗോത്രങ്ങളും ചില കുടുംബങ്ങളും അങ്ങനെ ആ ദഅവത്ത് സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. മദീനയിൽ നിന്ന് വന്ന, യത്രിബിൽ നിന്ന് വന്ന ഔസ് ഖസ്റജ് കുടുംബങ്ങളിൽ വന്ന അൻസാരികളായ ആളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ കണക്കാക്കിയ, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ആളുകൾ പ്രവാചകന്റെ ഈ ദഅവത്ത് സ്വീകരിച്ചു എന്നുള്ളത്. ധിക്കാരികളും കുഫാറുകളും അഹങ്കാരികളും അവർ അള്ളാഹുവിൻ്റെ ഈ ദീന് സ്വീകരിക്കാൻ അർഹതയില്ലാതെ അധപ്പതിച്ചു നിന്നരും നീചരുമായി ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത സദസ്സിൽ കൂടെ ആ പറയുന്ന മുഅ്മിനീങ്ങളായ ആളുകളുടെ ചരിത്രം ചെറിയ നിലക്കും അതേപോലെ തുടർന്നുകൊണ്ടുള്ള അൻസാരികളായ യത്രിബിൽ നിന്ന് വന്ന അൻസാരികളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂൽ സഹിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അത് നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ദീനിൻ്റെയും ആദർശത്തിൻ്റെ പേരിൽ ഏതെങ്കിലും മേഖലകളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചരിത്രങ്ങൾ നമുക്ക് പ്രചോദനമാണ്. നാം ആ ത്യാഗങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം ആ റസൂലിൻ്റെ കൂടെ മഹ്ശറയിൽ ഹൗദുൽ കൗസർ ലഭിക്കാനും അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും അത് നമുക്ക് കാരണമാകും. അതിനുള്ള മാർഗങ്ങളും വഴികളുമാകും.
ഈ ദുരിതങ്ങളും മറ്റും അത് ക്ഷമിച്ച് ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുക. അള്ളാഹുവിനോട് അതിൽ അടിയുറച്ച് അതിൽ സ്ഥിരമായി നിന്നു പോകാൻ നിരന്തരം ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ്.